പ്രിയ സുഹൃത്തുക്കളെ, സഹോദരി സഹോദരന്മാരെ, പുതിയ അധ്യയന വർഷം ആരംഭിച്ചിരിക്കുന്നു. ഏതൊരു സാമൂഹ്യ ജനവിഭാഗത്തിൻ്റെയും പുരോഗതിയുടെയും വളർച്ചയുടെയും അടിസ്ഥാനം എന്ന് പറയുന്നത് ആ ജനത ആർജിക്കുന്ന വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടിട്ടാണ്. നമ്മുടെ കേരള സംസ്ഥാനം പൊതുവിദ്യാഭ്യാസ രംഗത്ത് ഏറെ പുരോഗതി കൈവരിച്ചൊരു സംസ്ഥാനമാണ്. എല്ലാവർക്കും വിദ്യാഭ്യാസം എന്നത് നമ്മുടെ എല്ലാവരുടെയും താല്പര്യമാണ്. അതിന് ഏറ്റവും അനുഗുണമായ സംവിധാനങ്ങൾ ഒരുക്കാൻ നമുക്കും അതുപോലെ തന്നെ നമ്മുടെ സംസ്ഥാനത്തെ സർക്കാരുകൾക്കും കഴിഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും മുഴുവൻ കുട്ടികളും വിദ്യാലയങ്ങളിലെത്തി. പല കാരണങ്ങളാൽ അല്ലെങ്കിൽ എന്തെങ്കിലും കാരണത്താൽ വിദ്യാലയങ്ങളിൽ ഒരു കുട്ടിയും എത്താതെ പോയിട്ടില്ല എന്ന് ഉറപ്പുവരുത്തേണ്ടുന്ന സാമൂഹ്യ ഉത്തരവാദിത്വം പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നമ്മൾ ഓരോരുത്തർക്കുമുണ്ട്. ഹയർ എഡ്യൂക്കേഷനാണ് പലപ്പോഴും വലിയ ബാധ്യതയും ഭാരവുമായി തീരാറുള്ളത്. സെക്കൻഡറി വിദ്യാഭ്യാസം ഏറ്റവും നല്ല ക്വാളിറ്റിയിൽ തന്നെ നമ്മുടെ സംസ്ഥാനത്ത് നമുക്ക് ലഭിക്കുന്നുണ്ട് എന്ന് പറയാം. പക്ഷേ ഹയർ എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട് അത് പലപ്പോഴും വലിയ സാമ്പത്തിക ബാധ്യതയുള്ളതായി മാറാറുണ്ട്. പലപ്പോഴും ഓരോ വിദ്യാർത്ഥികളും അവരുടെ അഭിരുചി അനുസരിച്ച് അവരുടെ ഉപരിപഠനത്തെക്കുറിച്ച്, തുടർ വിദ്യാഭ്യാസത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അതിനുള്ള സാമ്പത്തിക ചെലവ് സാധാരണക്കാർക്ക് താങ്ങാത്തതായി മാറാറുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട്, സഹപ്രവർത്തകരോട് നാം നമ്മുടെ ചുറ്റും കണ്ണോടിക്കണം. പണമില്ലാത്തതിൻ്റെ പേരിൽ പഠിക്കാത്തതായി ഒരു കുട്ടിയും നമ്മുടെ ചുറ്റും ഉണ്ടാകാൻ പാടില്ല. അത് നമ്മുടെ ഉത്തരവാദിത്വത്തിൻ്റെ തന്നെ ഭാഗമാണ്. മഹാനായ പ്രവാചകൻ മനുഷ്യരുടെ അടിസ്ഥാന ആവശ്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾ പ്രവർത്തിക്കുന്നത് പുണ്യകരമായ കർമ്മമാണ് എന്ന് നമ്മെ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ. അതോടൊപ്പം തന്നെ ചരിത്രത്തിൽ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് വലിയ വഖഫ് അഥവാ ഇഷ്ടദാനം നിർവഹിച്ച ഒരു പാരമ്പര്യം കൂടി നമുക്കുണ്ട്. അതുകൊണ്ട് ഈ സന്ദർഭം, ഈ സാഹചര്യം എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ്. നമ്മുടെ സാമൂഹ്യ ഉത്തരവാദിത്വത്തിൽ നമ്മളേറെ ജാഗ്രത പാലിക്കുകയും വ്യത്യസ്ത സാമൂഹ്യ ജനവിഭാഗങ്ങളിൽപ്പെട്ട മുഴുവൻ മനുഷ്യരിലും പെട്ട ആളുകളുടെ വിദ്യാഭ്യാസ പുരോഗതിയെക്കുറിച്ച് ജാഗ്രത പാലിക്കുകയും ചെയ്യേണ്ടതാണ്. അതിൽ സവിശേഷമായി പിന്നോക്ക പ്രദേശങ്ങൾ, പിന്നോക്ക സാമൂഹ്യ ജനവിഭാഗങ്ങൾ എന്നുള്ളത് പരിഗണന അർഹിക്കുന്നു. ഒരു പുരോഗമന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളവും അവരുടെ വലിയ ഉത്തരവാദിത്തമാണ് എല്ലാവർക്കും വിദ്യാഭ്യാസം എന്ന് പറയുന്നത്. സർക്കാരിൻ്റെയും പരിഗണനയിൽ സാമൂഹ്യ നീതിയുടെ ഭാഗമായി തന്നെ ഏറ്റവും പിറകിൽ നിൽക്കുന്ന അഥവാ പിന്നോക്ക സമുദായങ്ങൾ, പിന്നോക്ക പ്രദേശങ്ങൾ എന്നുള്ളത് സർക്കാരിൻ്റെയും അധിക പരിഗണനയിൽ വരേണ്ടതായിട്ടുണ്ട്. ജനസംഖ്യാനുപാതികമായ പ്രാതിനിധ്യം എല്ലാവർക്കും പൊതുസമൂഹ നിർമ്മിതിയിൽ ഉണ്ടാകുമ്പോഴാണല്ലോ രാജ്യം പുരോഗമിക്കുന്നു, രാജ്യം വളരുന്നു എന്ന് നമുക്ക് പറയാൻ കഴിയുക. ആ അർത്ഥത്തിൽ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും പിന്നോക്ക പ്രദേശങ്ങളിലേക്കും പിന്നോക്ക സാമൂഹ്യ ജനവിഭാഗങ്ങളിലേക്കുമുള്ള അധിക പരിഗണന കാലം താല്പര്യപ്പെടുന്നുണ്ട്. പ്രിയമുള്ള സുഹൃത്തുക്കളെ, ആ അർത്ഥത്തിൽ ഈ അധ്യയന വർഷാരംഭത്തിൽ നമ്മൾ ഓരോരുത്തരും നമ്മുടെ ഉത്തരവാദിത്വം നിർവഹിക്കുക. സർവശക്തൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.